പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഛത്തീസ്ഗഡിൽ സംസ്ഥാന സ്ഥാപക ദിനത്തിന്റെ രജത ജൂബിലി ആഘോഷത്തിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. 14,260 കോടിയുടെ വികസന പദ്ധതികൾക്ക് ഇന്ന് തറക്കല്ലിടും. നമ്മൾ തത്സമയ ദൃശ്യങ്ങളിലേക്കാണ് പോകുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഛത്തീസ്ഗഡിൽ എത്തിയിരിക്കുന്നു. സംസ്ഥാന സ്ഥാപക ദിനത്തിന്റെ രജത ജൂബിലി ആഘോഷത്തിൽ പങ്കെടുക്കുന്നതിനായിട്ടാണ് പ്രധാനമന്ത്രി എത്തിയിരിക്കുന്നത്. അത് മാത്രമല്ല, നിരവധി വികസന പദ്ധതികൾക്ക് കൂടി ഇന്ന് തുടക്കം കുറിക്കുകയാണ്. 14,260 കോടിയുടെ വികസന പദ്ധതികൾക്കാണ് ഇന്ന് തറക്കല്ലിടുന്നത്. ശ്രീകാന്ത് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ശ്രീകാന്ത്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഛത്തീസ്ഗഡിൽ എത്തിച്ചേർന്നിരിക്കുന്നു. സംസ്ഥാന സ്ഥാപക ദിനത്തിന്റെ രജത ജൂബിലി ആഘോഷത്തിൽ പങ്കെടുക്കുന്നതോടൊപ്പം തന്നെ എന്തെല്ലാം വികസന പദ്ധതികൾക്ക് കൂടിയാണ് ഇന്ന് തുടക്കം കുറിക്കുന്നത്? രോഹിണി, ഛത്തീസ്ഗഡ് രൂപീകൃതമായതിന്റെ 25ാം വാർഷികം അത് ആഘോഷിക്കുന്നതിന് വേണ്ടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിലവിൽ ഛത്തീസ്ഗഡിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. അദ്ദേഹം അവിടെ അടൽ ബിഹാരി വാജ്പേയിയുടെ പൂർണ്ണകായ പ്രതിമ അനാച്ഛാദനം ചെയ്തിട്ടുണ്ട്. അതിനുശേഷം അദ്ദേഹത്തിന് ഇന്ന് നിരവധി പരിപാടികൾ ഈ സന്ദർശനത്തോടനുബന്ധിച്ചുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. 14,260 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾ സംസ്ഥാനത്ത് അദ്ദേഹം ഇന്ന് ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. 2,500 കുട്ടികൾ ഈ ഹൃദയ ശസ്ത്രക്രിയ നടത്തുകയുണ്ടായി. ഈ ഹാർട്ട് ഡിസീസിന് വേണ്ടി ചികിത്സിക്കപ്പെട്ട 2,500 കുട്ടികൾ ഉണ്ട്. അവരുമായി അദ്ദേഹം അവരുമായി സംസാരിക്കും എന്നുള്ളത്, അവരെ കാണും, അവരെ കണ്ട് അവരുമായി സംസാരിക്കും എന്നുള്ളതും നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അത് വിവിധ അസുഖങ്ങളുമായി, ഹൃദയ സംബന്ധമായ വിവിധ അസുഖങ്ങളുമായി ചികിത്സയിൽ ഇരിക്കുന്ന കുട്ടികളാണ്. 2,500 കുട്ടികൾ ഉണ്ട്. അവരെയാണ് പ്രധാനമന്ത്രി കാണാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ ബ്രഹ്മകുമാരീസിന്റെ ഒരു സ്പിരിച്വൽ സെന്റർ അത് അദ്ദേഹം ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. ശാന്തി ശിഖർ എന്നാണ് അതിന്റെ പേരിട്ടിട്ടുള്ളത്. ആ പരിപാടി അദ്ദേഹത്തിന്റെ ഈ സന്ദർശനത്തോട് അനുബന്ധിച്ച് ഉണ്ട്. ഛത്തീസ്ഗഡ് ലെജിസ്ലേറ്റീവ് അസംബ്ലി അത് നയാ റായ്പൂർ, അവിടെയാണ് ഈ അടൽ ബിഹാരി വാജ്പേയിയുടെ പൂർണ്ണകായ പ്രതിമ അനാച്ഛാദനം ചെയ്തത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അതോടൊപ്പം തന്നെ പുതിയ അസംബ്ലി ബിൽഡിംഗ് അദ്ദേഹം ഉദ്ഘാടനം ചെയ്ത് അവിടെ അദ്ദേഹം സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ധാരാളം പരിപാടികൾ, വിപുലമായ പരിപാടികൾ പ്രധാനമന്ത്രിയുടെ ഈ സന്ദർശനത്തോടനുബന്ധിച്ച് ഒരുക്കുന്നു എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ 14,260 കോടി രൂപയുടെ പദ്ധതി, അത് റോഡ്, അതോടൊപ്പം തന്നെ വ്യവസായ മേഖലയിലേക്ക്, ആരോഗ്യ മേഖലയിലേക്ക്, ഊർജ മേഖലയിലേക്ക്, അങ്ങനെ വിവിധ മേഖലകൾ, ഇത്രയും മേഖലകളിലായാണ് ആ 14,260 കോടി രൂപ നിക്ഷേപിക്കാൻ പോകുന്നത്. 12 പുതിയ സ്റ്റാർട്ടപ്പ് വില്ലേജ് എന്റർപ്രണർഷിപ്പ് പ്രോഗ്രാം അത് അദ്ദേഹം ഇന്ന് അവിടെ ഉദ്ഘാടനം ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ 3,51,000 വീടുകൾ അവിടെ പൂർത്തിയാക്കിയിട്ടുണ്ട്. അതിന്റെ ഗൃഹപ്രവേശ കർമ്മം ഇന്ന് പ്രധാനമന്ത്രി അവിടെ ഉദ്ഘാടനം ചെയ്യാനും പോകുന്നുണ്ട്. അങ്ങനെ പ്രധാനമന്ത്രി ആവാസ് യോജന ഈ പൂർത്തിയാക്കിയ വീടുകൾ 3,51,000 വീടുകളുണ്ട്. അതിന്റെ ഗൃഹപ്രവേശന ചടങ്ങുകൾ ഉൾപ്പെടെയുള്ളവയിൽ അദ്ദേഹം ഇന്നിവിടെ പങ്കെടുക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പോകുന്നത്. ഭാരത് മാല പരിയോജന പ്രകാരം 3,150 കോടി രൂപയുടെ പദ്ധതി അവിടെ നടക്കാൻ പോകുന്നു. അതിന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രിക്ക് ഇന്ന് അവിടെയുണ്ട്. 3,750 കോടി രൂപയുടെ ഊർജ മേഖലയിലെ പദ്ധതികൾ ഉണ്ട്. അതിനിന്ന് പ്രധാനമന്ത്രി തറക്കല്ലിടും എന്നുള്ളതും ഇന്ന് അദ്ദേഹത്തിന്റെ ഈ സന്ദർശനത്തിന്റെ ഭാഗമായി ഉള്ള കാര്യമാണ്. അതായത് പരിപൂർണമായ വികസന സ്വപ്നങ്ങളിലേക്ക് ഛത്തീസ്ഗഡ് നടന്നെടുക്കുമ്പോൾ അതിന് പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ടാണ് ഈ രജത ജൂബിലി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി അവിടെ പങ്കെടുക്കുന്നത്. അദ്ദേഹത്തിന്റെ സന്ദർശനം ഇതിനോടകം ആരംഭിച്ചു കഴിഞ്ഞു. വിവിധ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ശരി ശ്രീകാന്ത്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഛത്തീസ്ഗഡിൽ സംസ്ഥാന സ്ഥാപക ദിനത്തിന്റെ രജത ജൂബിലി ആഘോഷത്തിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. 14,260 കോടിയുടെ വികസന പദ്ധതികൾക്കും ഇന്ന് തറക്കല്ലിടും. ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്.